Hello friends, welcome back to my English learning YouTube channel. Today we are going to try to learn English by reading a English newspaper. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലുള്ള ഒരു വാർത്ത വായിച്ചിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദുബായ് എമിറേറ്റ്സ് എയർലൈൻസ് ബാൻസ് പേജേഴ്സ് വാക്കി-ടോക്കീസ് ആഫ്റ്റർ ഡിവൈസ് അറ്റാക്സ് ഇൻ ലെബനോൺ. ലബനോനിൽ നടന്ന ഡിവൈസ് ആക്രമണത്തിന് ശേഷം ദുബായ് എയർലൈൻസ് പേജറുകളും വാക്കി ടോക്കികളും എയർലൈൻസിൽ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ ബാൻസ് എന്ന് പറയുന്ന ആക്കാണ് നിരോധിച്ചിരിക്കുന്നത് എന്നുള്ളത്. ബാൻസ് എന്ന് പറഞ്ഞാൽ നിരോധിച്ചിരിക്കുന്നു. പിന്നെ ഡിവൈസ് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ കൊണ്ടുള്ള ആക്രമണമാണ്. ഡിവൈസ് അറ്റാക്സ് ഉപകരണങ്ങൾ കൊണ്ടുള്ള ആക്രമണം. Dubai's Emirates Airlines has banned pagers and walkie-talkies from its planes, following last month's attacks on such devices carried by Lebanese militant group Hezbollah. കഴിഞ്ഞ മാസം ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ദുബായ് എമിറേറ്റ്സ് എയർലൈൻസ് അവരുടെ ഫ്ലൈറ്റുകളിൽ പേജറുകളും വാക്കി ടോക്കികളും നിരോധിക്കുന്നു. ഇവിടെ എയർലൈൻ ഹാസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എയർലൈൻ കമ്പനി നിരോധിച്ചിട്ടുണ്ട് എന്നാണ്. ഫ്രം ഇറ്റ്സ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലൈറ്റുകളിൽ നിന്ന്. പക്ഷെ ഇവിടെ ഫ്രം ഇറ്റ്സ് പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫ്ലൈറ്റുകളിൽ എന്നാണ് അർത്ഥം വരുന്നത്. ഫോളോവിങ് ലാസ്റ്റ് മന്ത്സ് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ആക്രമണത്തെ തുടർന്ന്. ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം എന്നാണ്. ഓൺ സച്ച് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അത്തരം ഉപകരണങ്ങളിൽ ക്യാരിഡ് ബൈ ദ ലെബനീസ് മിലിറ്റന്റ് ഗ്രൂപ്പ് ഹിസ്ബുള്ള കൊണ്ടു നടന്നിരുന്ന അത്തരം ഉപകരണങ്ങളുടെ മേലുള്ള ആക്രമണമാണ്. ആൾ പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ഓൺ ഫ്ലൈറ്റ്സ് ടു ഫ്രം ഓർ വിയ ദുബായ് എന്ന് പറഞ്ഞാൽ ദുബായിലേക്കോ ദുബായിൽ നിന്ന് പുറത്തേക്കോ ദുബായ് വഴിയോ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഫ്രം ഓർ വിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ദുബായിലേക്കോ, ഫ്രം ദുബായിൽ നിന്ന് പുറത്തേക്കോ, ഓർ വിയ ദുബായ് വഴിയോ എന്നാണ് ഈ മൂന്ന് വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ട്രാൻസ്പോർട്ടിംഗ് പേജേഴ്സ് ആൻഡ് വാക്കി ടോക്കീസ് ഇൻ ചെക്ക്ഡ് ഓർ ക്യാബിൻ ബാഗേജ് എന്ന് പറഞ്ഞാൽ യാത്രക്കാർ അവരുടെ ക്യാബിൻ ബാഗേജിലോ ചെക്ക് ചെയ്ത ലഗേജിലോ പേജറുകളോ വാക്കി ടോക്കികളോ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ കൊണ്ടുപോകുക എന്നുള്ളതിന് ട്രാൻസ്പോർട്ടിംഗ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ എയർലൈൻ റോട്ട് ഇൻ എ സ്റ്റേറ്റ്മെന്റ് പോസ്റ്റഡ് ഓൺ ഇറ്റ്സ് വെബ്സൈറ്റ് ഫ്രൈഡേ. വെള്ളിയാഴ്ച എയർലൈൻ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദ എയർലൈൻ റോട്ട് ഇൻ എ സ്റ്റേറ്റ്മെന്റ്. എയർലൈൻ റോട്ട് എന്ന് പറഞ്ഞാൽ എയർലൈൻ കമ്പനി എഴുതി. റൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. റൈറ്റ് എന്ന് എഴുതുക, റോട്ട് എഴുതി. ഇൻ എ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസ്താവനയിൽ. പോസ്റ്റഡ് ഓൺ ഇറ്റ്സ് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ. സച്ച് ഐറ്റംസ് ഫൗണ്ട് ഇൻ പാസഞ്ചേഴ്സ് ഹാൻഡ് ലഗേജ് ഓർ ചെക്ക്ഡ് ബാഗേജ് വിൽ ബി കോൺഫിസ്കേറ്റഡ് ബൈ ദുബായ് പോലീസ്. സച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അത്തരം സാധനങ്ങൾ ഫൗണ്ട് ഇൻ പാസഞ്ചേഴ്സ് യാത്രക്കാരുടെ കൈവശം കണ്ടാൽ വിൽ ബി കോൺഫിസ്കേറ്റഡ് ബൈ ദുബായ് പോലീസ് ദുബായ് പോലീസിനാൽ കണ്ടുകെട്ടപ്പെടുന്നതായിരിക്കും. വിൽ ബി പറഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. വിൽ ബി കോൺഫിസ്കേറ്റഡ് കണ്ടുകെട്ടുന്നതായിരിക്കും. ഇറ്റ് കംസ് വീക്സ് ആഫ്റ്റർ പേജസ് എക്സ്പ്ലോഡഡ് സൈമൾട്ടേനിയസ്ലി അക്രോസ് ലെബനൻ. ലെബനനിൽ ഉടനീളം ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇത് വരുന്നത്, ഈ നിയമം വരുന്നത്. ഇറ്റ് കംസ് ഇത് വരുന്നു, ഈ നിയമം വരുന്നു. വീക്സ് ആഫ്റ്റർ ആഴ്ചകൾക്ക് ശേഷം. പേജേഴ്സ് എക്സ്പ്ലോഡഡ് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് ശേഷം. സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയം എന്നാണ്. ഒരേ സമയം അക്രോസ് ലെബനനിൽ ഉടനീളം. ഫോളോഡ് ബൈ വാക്കി ടോക്കീസ് ഡിറ്റണേറ്റിംഗ് ഇൻ എ സിമിലർ ഫാഷൻ. ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് വാക്കി ടോക്കികളും ഡിറ്റണേറ്റിംഗ് പൊട്ടിത്തെറിച്ചു.
ഇൻ എ സിമിലർ ഫാഷൻ, അതേ സമാനമായ രീതിയിൽ Lebanese officials blamed Israel for the attacks. Lebanese officials എന്ന് പറഞ്ഞാൽ ലബനീസ് അധികാരികൾ blamed കുറ്റപ്പെടുത്തി ഇസ്രായേലിനെ for the attacks, ആക്രമണത്തിൽ. Thank you for watching and listening my YouTube channel. We will see you on the next video. Take yourself and stay safe. Thank you.